ഇന്നലെ ബീഹാറിലെ ബംഗിപ്പൂരിൽ പ്രശാന്ത് കിഷോർ എന്നറിയപ്പെടുന്ന ഒരു പ്രശാന്ത് ഭൂഷൺ ഉണ്ട് കേട്ടോ, വേറെ ഒരു വക്കീലുണ്ട്, ഭയങ്കര കിടിലമാണ്, വലിയ ബഹളമൊക്കെ ഉണ്ടാക്കി നടക്കുന്ന ഒരു വക്കീലുണ്ട് പ്രശാന്ത് ഭൂഷൺ. ഇത് പ്രശാന്ത് കിഷോർ മോദിയുടെയും നമ്മുടെ ഇദ്ദേഹത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ പേര് അമിത്ഷായുടെയും വലം കൈയായി നിന്നുകൊണ്ട് കമ്മ്യൂണിക്കേഷൻ സ്ട്രാറ്റജിയും ഇലക്ഷൻ സ്ട്രാറ്റജിയൊക്കെ വർക്കൗട്ട് ചെയ്തിരുന്ന അതികായകനായിരുന്നു പ്രശാന്ത് കിഷോർ. ഏതോ ഘട്ടത്തിൽ ബി ജെ പിയുമായി തെറ്റി അദ്ദേഹം സ്വന്തം പാർട്ടിയൊക്കെ ഉണ്ടാക്കി വലിയ തോതിൽ അദ്ദേഹം മുന്നോട്ട് പോയി. അങ്ങനെ മുന്നോട്ട് പോയ പ്രശാന്ത് കിഷോറാണ് ഇന്നലെ ബംഗിപ്പൂരിൽ മത്സരിച്ചത്. ഇത് സി ജെ പിയുടെ ശക്തമായ പിന്തുണ ഉണ്ടായിരുന്നു. 30 വർഷമായി ബീഹാറിൽ ബി ജെ പി ജയിക്കുന്ന മണ്ഡലം, നിതിൻ മമ്പിൻ എന്ന് പറയുന്ന ബി ജെ പിയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് പ്രതിനിധാനം ചെയ്ത മണ്ഡലം, ബീഹാർ ഭരിക്കുന്ന നിതീഷ് കുമാറിൻ്റെ ബി ജെ പിയുടെ ഭരിക്കുന്ന ബീഹാർ, എല്ലാറ്റിനെയും തരിപ്പണമാക്കിക്കൊണ്ട് ആയിരക്കണക്കിന് വോട്ടിനാണ് പ്രശാന്ത് കിഷോർ ജയിച്ചത്. നിങ്ങൾ മനസ്സിലാക്കുക, 2027 എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ 2-3 മാസമല്ലേ ഉള്ളൂ. ഇപ്പോൾ ജൂലൈ ആയല്ലോ, ആഗസ്റ്റ് ആയല്ലോ, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജാനുവരി, 5 മാസം കഴിയുമ്പോൾ ഉത്തർപ്രദേശിൽ തിരഞ്ഞെടുപ്പ്, 27-ൽ ആസാമിൽ തിരഞ്ഞെടുപ്പ്, ഗുജറാത്തിൽ തിരഞ്ഞെടുപ്പ്, ഗോവയിൽ തിരഞ്ഞെടുപ്പ്, പഞ്ചാബിൽ തിരഞ്ഞെടുപ്പ്, 8 സംസ്ഥാനങ്ങളിലാണ് 2027 തിരഞ്ഞെടുപ്പ്. അതിൻ്റെ ശ്വാസം വിടുമ്പോൾ 29-ൽ തിരഞ്ഞെടുപ്പ് വരുന്നു. എന്താണ് നമ്മുടെ ഇന്ത്യയിൽ ചെയ്യാൻ ബി ജെ പിക്കുള്ളത്? ബി ജെ പി പതറുകയാണ്. ഇതിനിടയിൽ ഓപ്പറേഷൻ തൂഫാൻ എന്നും അതുപോലെ തന്നെ കുറച്ച് മയക്കുമരുന്നിനെതിരെയുള്ള പരിപാടി എന്നൊക്കെ പറഞ്ഞ്, ലഹരിക്കെതിരെയുള്ള പരിപാടി എന്ന് പറഞ്ഞ് മോദി ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ അതൊന്നും കളിച്ചു പിടിക്കുന്ന കാര്യമല്ല. ഹിന്ദിയുടെ ഹൃദയഭൂമിയിൽ 2 വിഷയങ്ങളിൽ ബി ജെ പി ഉലയുകയാണ്. ഒന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ബാബറി മസ്ജിദ് ഇടിച്ചിട്ട് അതുമായി ബന്ധപ്പെട്ട് വന്ന രാമക്ഷേത്രത്തിൻ്റെ വിഷയം. രാമക്ഷേത്രത്തിലെ മോഷണം അല്ലെങ്കിൽ കൊള്ള അല്ലെങ്കിൽ കൊള്ളിവയ്പ് വലിയ തോതിലാണ് ഹിന്ദു സമാജത്തിൽ ഉൾപ്പെടെ വലിയ ഒരു പ്രതിഷേധമാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ കൂടെയാണ് കൂനിന്മേൽ കുരുപോലെ ഇടിവെട്ടിയവനെ പാമ്പ് കടിച്ചു എന്ന് പറഞ്ഞതുപോലെ വളരെ കൃത്യമായിട്ടുള്ള ഒരു സംവിധാനത്തിലേക്ക് പോയിരിക്കുന്നത്, രാജ്യം പോയിരിക്കുന്നത്, ബി ജെ പി പോകുന്നത്. കാരണം വലിയ തോതിലാണ് അവർക്ക് സി ജെ പിയിൽ നിന്നും അഭിജിത് ദീപ്കയിൽ നിന്നും അടികിട്ടിയിരിക്കുന്നത്. 20 കുട്ടികളാണ് ആത്മഹത്യ ചെയ്തത്. നിങ്ങൾ മനസ്സിലാക്കുക, കുഞ്ഞുങ്ങൾ ആത്മഹത്യ ചെയ്തപ്പോൾ ഇന്ത്യൻ ജനതയുടെ അമ്മമാരുടെ, സഹോദരിമാരുടെ, അച്ഛന്മാരുടെയൊക്കെ മനസ്സ് വ്യാകുലപ്പെട്ടു. അതിൻ്റെ ഒരു പ്രതിഫലനം കൂടെയായിരുന്നു ഡൽഹി ജന്തർ മന്ദറിൽ കണ്ട സമരവും. അവസാനം ആ സമരത്തെ തണുപ്പിക്കാൻ വേറെ ഒരു നിർവാഹമില്ലാതെ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുകയും ചെയ്തത് ബി ജെ പിക്ക് തലയ്ക്കുള്ള അടിയായിരുന്നു. ആ അടിയെ പതപ്പിച്ച് വലിയ തോതിലാക്കുന്നതിനും അതിനെ വിശാലമാക്കി കൊണ്ടുപോകുന്നതിനും പ്രശാന്ത് കിഷോറിൻ്റെ വരവ് വളരെ വലിയ ഒരു 1.5 വരവാണ്. അദ്ദേഹം നന്നായി പാർലമെൻറ്റേറിയനായി, അല്ലെങ്കിൽ അദ്ദേഹം ജനപ്രതിനിധിയായി വിലസും. അദ്ദേഹത്തിന് അതിനുള്ള കഴിവുണ്ട്, അറിവുണ്ട്, വിവരമുണ്ട്, വിദ്യാഭ്യാസമുണ്ട്, പശ്ചാത്തലമുണ്ട്, അമിത്ഷായുടെ കൂടെ നിന്ന അനുഭവവുമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും പ്രശാന്ത് കിഷോർ ഒരു തലവേദനയാണ്, അഭിജിത് ദീപ്ക ഒരു തലവേദനയാണ്. ഒരു ഘട്ടത്തിൽ അരവിന്ദ് കെജ്രിവാൾ തലവേദനയായിരുന്നെങ്കിൽ, അത് പഞ്ചാബിലും ഹരിയാനയിലും ഡൽഹിയിലും വലിയ തലവേദനയായിരുന്നെങ്കിൽ, പുതിയ തലവേദനകൾ വന്നുകൊണ്ടേയിരിക്കുന്നു. ഇത് ഹൃദയഭൂമിയിൽ, ബി ജെ പിയുടെ ഹൃദയഭൂമിയിൽ, ഇന്ത്യയുടെ ഹൃദയഭൂമിയിൽ, ഹിന്ദി ഭൂമികയിൽ വലിയ പ്രതിസന്ധി സൃഷ്ടിക്കും. ബി ജെ പി കാത്തിരിക്കുന്നത് വരാനിരിക്കുന്ന തോൽവികളുടെ തുടക്കമാണോ എന്ന് പ്രശാന്ത് കിഷോർ പറയുമോ ഇല്ലേ എന്ന് ഇപ്പോൾ നമുക്കറിയില്ല. നമുക്ക് വരുന്ന ദിവസങ്ങളിൽ അത് കാത്തിരുന്ന് പ്രതീക്ഷിച്ചു കാണാം.